നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ കടമ്പ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. നിങ്ങൾ മനസ്സുവെച്ചാൽ അത് തകർക്കാം. ജീവിതത്തിൽ ആരുടെയും ചെരുപ്പാകാതിരിക്കുക. എത്ര കാലം ഏറ്റി നടന്നാലും വള്ളി പൊട്ടിയാൽ വലിച്ചെറിയുന്ന ബന്ധമേ അതിനുണ്ടാവുകയുള്ളൂ. നിങ്ങളെ അവഗണിക്കുകയോ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഒരിക്കലും യാചിക്കാൻ നിൽക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അത് അടിമത്തത്തിൽ കലാശിക്കും. അവരുടെ സ്വാർത്ഥതകൾക്ക് എപ്പോഴും അവരുടേതായ കാരണങ്ങളുണ്ടാകും. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നമ്മൾ വളരുന്നില്ല. വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നമ്മൾ വളരുന്നത്. സത്യമറിയാതെ ആർക്കും ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം. ഒടുവിൽ ധരിച്ചു വെച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വിലപ്പെട്ട ബന്ധങ്ങൾ പലതും നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടാകും. ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കൂടെയുള്ള നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔദാര്യമാണ്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. വാടി വീണതിനു ശേഷം സ്നേഹിച്ചിട്ട് കാര്യമില്ല. ചേർത്ത് നിർത്തേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും ജീവിച്ചിരിക്കുമ്പോഴാണ്. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ശല്യമായിരിക്കും. തെറ്റുകൾ കൊണ്ടല്ല, തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതും പിന്നീട് ഇല്ലാതാകുന്നതും. തിളച്ചു മറയുന്ന വെള്ളത്തിൽ നിഴൽ കാണാത്തതുപോലെ അസ്വസ്ഥമായ മനസ്സിലും പരിഹാരങ്ങൾ കാണില്ല. മനസ്സിനെ ശാന്തമാക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഒരാളെ മാത്രം ലോകമായി കണ്ടവരൊക്കെയും ഒടുവിൽ ഒറ്റയ്ക്കായിട്ടേയുള്ളൂ. അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക. അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കില്ല. പരസ്പരം ഉടലെടുക്കുന്ന സംശയവും വിശ്വാസക്കുറവുമായിരിക്കും ബന്ധങ്ങളുടെ കണ്ണിയകറ്റുന്നത്. നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പളുങ്കുപാത്രമാണ് നിങ്ങളുടെ മനസ്സ്. അതിനെ അസൂയ, ദേഷ്യം, വെറുപ്പ് തുടങ്ങിയവ സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ട ആക്കാതിരിക്കുക.